ഹായ്, ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ലോ റേറ്റ് മെറ്റീരിയൽസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ കളക്ഷൻസ് ആണ് കേട്ടോ. വീഡിയോ ലെങ്തി ആണ്, കളക്ഷൻസ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്ത് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ. സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻസും മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള കളക്ഷൻസും എല്ലാം തന്നെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന പ്രിൻറ്റ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത്. സിംഗിൾ ആയിട്ടുള്ള ഡിസൈനാണ് ഏറ്റവും ഫസ്റ്റ് കാണിച്ചേക്കുന്നത്. നല്ല കുഞ്ഞു കുഞ്ഞ് ഫ്ലോറൽ ഡിസൈൻസ് ആണ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഏതാണ്, ഏത് കളറാണെന്നുള്ളത് അതിന് സെലക്ട് ചെയ്തെടുക്കാം. ഇതിലൊരു പെയറായിട്ട് മൊത്തത്തിലൊരു 5 കളറാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 5 ഒന്നിച്ചെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഇഷ്ടമുള്ള ഡിസൈൻസ്, ഇഷ്ടമുള്ള ഡിസൈനിൽ നിന്ന് നിങ്ങൾക്ക് മാർക്ക് ചെയ്തെടുക്കാം. മിക്സ് ആൻഡ് മാച്ച് മാത്രം അതിൻ്റെ പേരോടുകൂടി എടുക്കുക. ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ്. മിക്സ് ആൻഡ് മാച്ച് എന്ന് പറയുന്നത് ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഓരോ മെറ്റീരിയലായിട്ട് ഇങ്ങനെ വെച്ച് കാണിക്കുന്നത്. ഇത് ഒരു പെയറായിട്ട് വരുന്നതാണ്. ഇത് രണ്ടും ഒന്നിച്ചെടുക്കണം കേട്ടോ. 2 മെറ്റീരിയലാണ്. 2 നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ടാവും. 290 മീറ്ററിൻ്റെ 2 മെറ്റീരിയൽ ഉണ്ടാവും. 2 റേറ്റും ആണ് വരുന്നത്. 2 ഒന്നിച്ചെടുക്കണം, അങ്ങനെയുള്ളൂ. ബാക്കി എല്ലാത്തിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. മിക്സ് ആൻഡ് മാച്ച് ആണെങ്കിൽ ഇഷ്ടമുള്ള പെയർ സെലക്ട് ചെയ്യാം. നിങ്ങൾ ഓർഡർ എടുക്കാൻ വേണ്ടി ചെയ്യേണ്ടത്, വീഡിയോയിൽ നിന്ന് ഇഷ്ടമുള്ള ഡിസൈൻ ഏതാണെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. അതിനുശേഷം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുകയാണ് വേണ്ടത്. ഈ പറയുന്ന ഡീറ്റെയിൽസ് തന്നെ വീണ്ടും വീണ്ടും കേട്ട് സ്ഥിരമായിട്ട് എടുക്കുന്നവർക്ക് ബോറടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. കാരണം കുറേ വർഷമായിട്ട് നമ്മൾ ഇത് തന്നെയാണ് പറയുന്നത്. പിന്നെ പുതിയതായിട്ട് ഒരുപാട് പേര് ഓരോ വീഡിയോ കഴിയുമ്പോഴും പുതിയ ഒരുപാട് പേര് വരുന്നുണ്ട്. അവർക്ക് ഡീറ്റെയിൽസ് അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പം മിക്സ് ആൻഡ് മാച്ച് കളക്ഷനാണ് നേരത്തെ കണ്ടത്. ബാക്കി ഓരോ ഡിസൈൻസും നിങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സും അതുപോലെ തന്നെ പ്രിൻറ്റും. പിന്നെ ഈ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ നമ്മളെ കൂടെയുള്ള ബ്രാൻഡാണ്. ഇന്ന് വരെ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് വന്നിട്ടില്ല. ഒരു കളർ ഫേഡിങ്ങോ കംപ്ലൈൻറ്റോ ഒന്നുമുള്ള മെറ്റീരിയൽ അല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ധൈര്യമായിട്ട് ഈ ബ്രാൻഡുകൾ സെയിലാക്കുന്നത്. നമ്മുടെ കയ്യിൽ കൊണ്ടുവന്നാൽ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ലോ റേറ്റ് മെറ്റീരിയൽ വിശ്വസിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന ബ്രാൻഡാണ്. ലോ റേറ്റും കൂടെ നമ്മളുടെ ആ ഒരു ബിസിനസ്സിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ പല റേറ്റിലുള്ള മെറ്റീരിയൽസ് വേണ്ടുന്ന കസ്റ്റമേഴ്സിനെ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ലോ റേറ്റ് മെറ്റീരിയലും കൊണ്ട് നമ്മളങ്ങനെ കാണുന്ന എല്ലാ ബ്രാൻഡുകളും ലോ റേറ്റ് എടുക്കാറില്ല. നല്ല ക്വാളിറ്റി ഉള്ളതേ എടുക്കാറുള്ളൂ. പിന്നെ ഒത്തിരി വില കുറഞ്ഞതും നമ്മൾ എടുക്കാറില്ല കേട്ടോ. ലോക്കൽ ബ്രാൻഡുകളൊന്നും എടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നൈറ്റിക്കും ഫ്രോക്കിനും ടോപ്പിനും എല്ലാം പറ്റിയ മെറ്റീരിയലാണ് കേട്ടോ. നൈറ്റി ഫ്രോക്കിനൊക്കെ എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ. പിന്നെ ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ. ഫ്ലോറൽ ഡിസൈൻസ് ആണ് വരുന്നത്. ഇതിലെല്ലാം വരുന്നതെന്ന് വെച്ചാൽ പ്രിൻറ്റുകൾ നല്ല ഭംഗിയുള്ള പ്രിൻറ്റുകളാണ് കേട്ടോ വരുന്നത്. എല്ലാം തന്നെ കുറേ ഡിസൈൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതെല്ലാം കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ്. പിന്നെ ഈ റേറ്റ് കൂടാതെ ബാക്കി നമ്മുടെ കയ്യിലുള്ള എല്ലാ സ്റ്റോക്കിൽ നിന്നും കൂടെ നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ കാറ്റലോഗും കൂടെ ചോദിച്ചാൽ മതി. കാറ്റലോഗിനകത്ത് ബാക്കിയുള്ള കളക്ഷൻസ് ഉണ്ട്. 290 മീറ്ററിൻ്റെതും 320 എല്ലാം ഉണ്ട്. 140 രൂപ മുതലാണ് നമ്മളുടെ കയ്യിൽ മെറ്റീരിയൽസ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ബ്രാൻഡഡ് മെറ്റീരിയൽസിൻ്റെത് ഐറ്റംസ് വരുമ്പോഴത്തേക്ക് 153, 157, പിന്നെ 167, 169 പല റേറ്റിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. മാൽഫൈൻ മെറ്റീരിയൽ, നൈറ്റി മെറ്റീരിയൽ വിത്ത് ഷോളിൻ്റെ ഒക്കെ വേണ്ടവർ കാറ്റലോഗ് ചോദിച്ചാൽ മതി കേട്ടോ. പിന്നെ പ്രിൻറ്റുകൾ നിങ്ങൾ നോക്കി പോവുക. ഇഷ്ടമുള്ളത്രയും സെലക്ട് ചെയ്യാം. പിന്നെ നമുക്കിപ്പം എന്താ പറയുക, മാക്സിമം കൂടുതൽ കളക്ഷൻസ് നമ്മൾ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. നമ്മളെ തിരക്കിനും ഓരോരോ കാര്യങ്ങളുടെ തിരക്കും എല്ലാം കൂടെ അതിൻ്റെ ഇടയിലാണ് കേട്ടോ നമ്മൾ ഈ കളക്ഷൻസ് മാക്സിമം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. എല്ലാ ഐറ്റംസും, എല്ലാ നൈറ്റി തുണിയുടെ വെറൈറ്റി ഐറ്റംസും പിന്നെ ഓരോരുത്തർ റിക്വസ്റ്റ് ചെയ്യുന്ന ഐറ്റംസൊക്കെ പെട്ടെന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല ഫ്ലോറൽ ഡിസൈനാണ്. തയ്ച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്യാനും നൈറ്റി സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ നല്ലതായിരിക്കും. പിന്നെ പേയ്മെൻറ്റിൻ്റെ കാര്യം, ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിയുമ്പോൾ നിങ്ങൾ പേയ്മെൻറ്റും കൂടെ ചെയ്തെങ്കിൽ ആ ഓർഡർ കൺഫേം ചെയ്യുള്ളൂ കേട്ടോ. കാരണം നമ്മൾ കുറേ കസ്റ്റമേഴ്സൊക്കെ ചില കസ്റ്റമേഴ്സൊക്കെ റിപ്ലൈ തരാതെയും പേയ്മെൻറ്റ് ചെയ്യാതെയൊക്കെ ഡിലേ ആക്കി പോകുമ്പോൾ നമുക്കത് ചോദിക്കുന്ന കസ്റ്റമേഴ്സിന് ചില പീസുകൾ കൊടുക്കാൻ പറ്റാണ്ടായി പോകുന്നതുകൊണ്ടൊക്കെയാണ് നമ്മളങ്ങനെ ബില്ല് സെൻഡ് ചെയ്യുമ്പോൾ പേയ്മെൻറ്റും കൂടെ വരുന്ന ഓർഡേഴ്സാണ് കൺഫേം ചെയ്യുന്നതെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങൾക്കിപ്പം ബില്ല് സെൻഡ് ചെയ്ത് തന്നു, നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാനായി ആരെങ്കിലും ഏൽപ്പിച്ചേക്കുവാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി നമ്മളോട്. ജസ്റ്റ് ഇന്ന പോലെയാണ്, അതിൽ റിപ്ലൈ ആയിട്ട് നമ്മൾക്ക് എപ്പോഴാണ് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊന്ന് ജസ്റ്റ് പറയുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അപ്പം ഒത്തിരി ഡിലേ ഇല്ലാതെ പെട്ടെന്ന് തന്നെ മാക്സിമം പേയ്മെൻറ്റ് ചെയ്യുവാണ് കേട്ടോ വേണ്ടത്.
അപ്പോൾ പിന്നെ അതുപോലെ നിങ്ങൾ ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ അഡ്രസ്സും കൊറിയറിലാണോ പോസ്റ്റിലാണെന്നും കൂടെ അയക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ പെട്ടെന്ന് നമുക്ക് മെറ്റീരിയൽ എടുത്ത് ബില്ല് സെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾ ഫോട്ടോസ് മാത്രമാണ് അയക്കുന്നുണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽസും കൂടെ അയക്കാൻ പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് മെസ്സേജ് വരും. അപ്പോൾ ആ മെസ്സേജിന് റിപ്ലൈയും കൂടെ കിട്ടിയതിന് ശേഷമാണ് നിങ്ങളുടെ മെറ്റീരിയൽ എടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പേ അയച്ച ആൾക്കാരുടെ എടുത്തെടുത്ത് വരുന്നതിനനുസരിച്ചിട്ടാണ് ഓരോരുത്തരുടെയും മെറ്റീരിയലിന് എടുത്ത് ബില്ല് സെൻഡ് ചെയ്യുന്നത്. അപ്പം മാക്സിമം നിങ്ങൾ കൺഫേം ആണ് നിങ്ങളുടെ ഓർഡർ എന്നുണ്ടെന്നുണ്ടെങ്കിൽ കൊറിയറിലാണോ പോസ്റ്റിലാണോ വേണ്ടതെന്നും അഡ്രസ്സും കൂടെ ആ കൂടെ തന്നെ സെൻഡ് ചെയ്ത് വെക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമ്മൾ ചോദിക്കേണ്ട ആ ഒരു ടൈം വരുന്നില്ല. പിന്നെ നിങ്ങൾ മെസ്സേജ് ആദ്യം അയച്ചതിന് ശേഷം ഒരു ഇച്ചിരി സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ചില ആൾക്കാർ ഭയങ്കര തിരക്കാക്കലാണ്, വേറെ ആരുടെ എടുക്കേണ്ട, എൻ്റെ മാത്രം ആദ്യം എടുക്കണം എന്നുള്ള രീതിയിൽ. പക്ഷേ നമുക്ക് ആദ്യം അയച്ചേക്കുന്ന ആൾക്കാരുടെ കേട്ടോ ആദ്യം എടുക്കുന്നത്. സ്ഥിരം കസ്റ്റമേഴ്സ് ആയാലും ബൾക്കായിട്ട് എടുക്കുന്നവരായാലും റീറ്റെയിൽ എടുക്കുന്നവരായാലും ആദ്യം വന്നേക്കുന്ന മെസ്സേജ് ആട്ടോ നമ്മൾ ആദ്യം നോക്കുന്നത്. നമുക്ക് എല്ലാ കസ്റ്റമറും ഒരുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് മെസ്സേജ് അയച്ചിട്ട് ഒരു ഇച്ചിരി സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽസ് വരുന്നത്. പിന്നെ മിനിമം 10 പീസാണ് ഈ ഒരു റേറ്റിൽ കിട്ടാൻ നിങ്ങൾ എടുക്കേണ്ടത്. 10 മുകളിലോട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. 40, 50, 100, 200 ഒക്കെ എടുക്കുന്നവരുണ്ട്. 10 താഴേക്ക് എടുക്കുമ്പോൾ റീറ്റെയിൽ പ്രൈസിലാണ് വരുന്നത്. ഇപ്പോൾ 140 എന്നുള്ളത് 150 രൂപയ്ക്കാണ് റീറ്റെയിൽ റേറ്റ് വരുന്നത്. ഹോൾസെയിൽ റേറ്റാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ 3 പീസ് മുതലാണ് നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നത്. 3-ൽ താഴോട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് ഹോൾസെയിൽ നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ റീറ്റെയിൽ നമുക്ക് 3-ൽ താഴോട്ടായിട്ട് നമുക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഓർഡേഴ്സ് എടുക്കലും പാക്കിങ്ങും അഡ്രസ്സ് എഴുതലും എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അയക്കണം. അപ്പോൾ ഹോൾസെയിൽ നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മിനിമം 3 എണ്ണമെങ്കിലും ഇല്ലാതെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. അത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുക്കാത്തത് കേട്ടോ. മിനിമം 3 റീറ്റെയിൽ പ്രൈസിൽ എടുക്കുന്നവർ കേട്ടോ. അങ്ങനെയൊക്കെയാണ്. പിന്നെ അതുപോലെ മെയിനായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളോട് പേയ്മെൻറ്റ് ചെയ്തു എന്നൊന്ന് പറയുക, സ്ക്രീൻഷോട്ടും കൂടെ സെൻഡ് ചെയ്യുക കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ പേയ്മെൻറ്റ് ചെയ്തത് നമ്മളോട് പറയാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല പേയ്മെൻറ്റ് ചെയ്തു എന്നുള്ളത്. കാരണം കുറേ ആൾക്കാർക്ക് ബില്ല് സെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരുടെ പേയ്മെൻറ്റാണ് വന്നതെന്ന് ഞങ്ങൾക്ക് അറിയാൻ ഒരു വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങളുടെ ഓർഡർ റിപ്ലൈ തരാതിരിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ഓർഡർ ചിലപ്പം വേറെ ക്യാൻസലായി പോവും. ഇല്ലെങ്കിൽ ഞങ്ങൾ അയക്കാം, പേയ്മെൻറ്റ് വന്നെങ്കിലാണല്ലോ ഇന്ന ആൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ അയക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പം പേയ്മെൻറ്റ് ചെയ്തു എന്ന് നമ്മളോട് പറയുക, സ്ക്രീൻഷോട്ടും കൂടെ സെൻഡ് ചെയ്യുക കേട്ടോ. അതൊന്നും മറക്കാതെ ചെയ്യുക കേട്ടോ. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട്, കൊറിയറായിട്ടും പോസ്റ്റലായിട്ടും അയക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതിലാണ് അയക്കേണ്ടതെന്നുള്ളത് പറയുക. കേരളത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ 3 വർക്കിംഗ് ഡേയ്സ് കൊറിയർ വഴി അയക്കുമ്പം പോസ്റ്റലാണെങ്കിൽ 5 വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് ഡെലിവറി ആവുന്നത്. ഇത്രയും സമയത്തിനുള്ളിൽ ഡെലിവറി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക കേട്ടോ, ഞങ്ങളുടെ മെറ്റീരിയൽസ് ഡെലിവറി ആയിട്ടില്ല എന്നുള്ളത്. അത് ഇത്രയും വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് ഡെലിവറി ആവുന്നത്. അതിൻ്റെ ഉള്ളിൽ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ കേരളത്തിന് പുറത്തേക്കുള്ള ആൾക്കാരുടെ പോസ്റ്റൽ സർവീസ് വഴിയാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പം പോസ്റ്റിൽ അയക്കുമ്പോൾ ഓൾ ഇന്ത്യ സെയിം റേറ്റ് ആണ് വരുന്നത്. പിന്നെ കേരളത്തിൻ്റെ ഉള്ളിൽ അയക്കുന്ന ആൾക്കാർക്ക് 10 പീസിന് 125 രൂപയാണ് കേട്ടോ ആവുന്നത്. നേരത്തെ 140 രൂപയൊക്കെ ആവുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കസ്റ്റമേഴ്സിന് ബിസിനസ് പാഴ്സലായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കസ്റ്റമേഴ്സിന് കേരളത്തിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് 125 രൂപയ്ക്ക് 10 പീസ് പോകും. കേരളത്തിന് പുറത്തേക്ക് പോകുന്ന ആൾക്കാർക്ക് 10 പീസിന് ഓൾ ഇന്ത്യ, അതായത് കേരളത്തിന് പുറത്ത് എല്ലാ സ്ഥലങ്ങളിലേക്കും 136 രൂപയാണ് കേട്ടോ ആവുന്നത്. പോസ്റ്റൽ കൊറിയർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 11 പീസ് വരെ 100 രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഞാൻ മാക്സിമം ഡീറ്റെയിൽസ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രിൻറ്റുകൾ നിങ്ങൾ നോക്കി പോകാട്ടോ. ഒന്നും മാറ്റി നിർത്താൻ പറ്റുന്ന പ്രിൻറ്റുകളില്ല, എല്ലാം നല്ല പ്രിൻറ്റുകളാണ്, നല്ല ഭംഗിയുള്ള പ്രിൻറ്റുകളാണ് കേട്ടോ. എല്ലാം തന്നെ മിക്സ് ആൻഡ് മാച്ച് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊക്കെ മിക്സ് ആൻഡ് മാച്ചാണേ. അങ്ങനെയുള്ളത് മാത്രം പെയറായിട്ട് സെലക്ട് ചെയ്യുക കേട്ടോ. പിന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അക്കൗണ്ട് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയോ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ അന്ന് തന്നെ അയക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റില്ല കേട്ടോ. പിറ്റേ ദിവസമാണ് അയക്കുന്നത്. കാരണം നമുക്ക് ഡെയിലി നമ്മൾ രാവിലെ അയക്കാൻ പോകുന്ന ആൾ ഇവിടെ തിരിച്ചു വരുന്നത് തന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു സമയത്താണ്. കാരണം നമ്മൾക്ക് പോസ്റ്റ് ഓഫീസിലും DTDCയിലും ആലപ്പി പാഴ്സലും എല്ലാം കൊറിയർ അയക്കാനുണ്ട്. പിന്നെ വരുന്ന മെറ്റീരിയൽ എടുക്കാനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും കുറേ ലോഡ് ഉണ്ടായിരിക്കാൻ അതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു സമയമാവും. അപ്പം നമുക്ക് വീണ്ടും ഓരോരുത്തർ പേയ്മെൻറ്റ് ചെയ്യുന്ന അന്നേരം കൊണ്ട് അയക്കാൻ പറ്റത്തില്ല. അതിൻ്റെ പാക്കിങ്ങും ബാക്കി അഡ്രസ്സ് GST ബില്ല് എഴുതൽ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ കൊറിയർ അയക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ദിവസം എന്തായാലും വേണം. ഇന്ന് വരുന്ന എല്ലാ ഓർഡേഴ്സും നമ്മൾ നാളെ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്.
അങ്ങനെയാണ് കേട്ടോ സമയം വരുന്നത്. പിന്നെ ഇതൊക്കെ നല്ല ഭംഗിയുള്ള സിംഗിൾ ഡിസൈൻസാണ്, നല്ല ഡാർക്ക് ഷെയ്ഡ് ഡിസൈൻസാണ് വരുന്നത്. പിന്നെ നമ്മളുടെ 2 ചാനൽസിൽ നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട്. പിന്നെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ നമ്മളിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാനൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് 2 ചാനൽസിൻ്റെയും. അപ്പോൾ നിങ്ങൾ 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിനകത്ത് രണ്ടുമാണ് കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക, ടൈമുള്ളവർ ഫ്രീ ഉള്ളവരൊക്കെ. അപ്പോൾ കളക്ഷൻസ് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടംപോലെ കളക്ഷൻസ് അവൈലബിൾ ആണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്